ലോക സംരക്ഷണാർത്ഥാണ് രോഗപ്രതിരോധം യോഗയിലൂടെ എന്ന വിഷയമാണ് നമ്മളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ലോക ജനതയെ വിവിധ രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ഭയന്ന് പരിഹാരം കാണാതെ കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആധുനിക ചികിത്സാശാസ്ത്രം കാരണം അറിയാതെ ബുദ്ധിമോശം പ്രവർത്തിച്ച് പുതിയ മഹാരോഗങ്ങൾക്ക് അവസരമൊരുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ ദയനീയവും ക്രൂരവും ആണ്. ഇതിനെ ശാശ്വത പരിഹാരം യോഗയിലുണ്ട്. യോഗ സമ്പൂർണ്ണ ശാസ്ത്രമാണ്. രണ്ടാമത്തെ, ലോകവ്യവസ്ഥ കൃത്യമായി നിർവഹിച്ച് പ്രപഞ്ചഘടനയ്ക്ക് ആധാരമായി നിൽക്കുന്ന പ്രാണൻ മനുഷ്യ ശരീരത്തിൽ 14 ധർമ്മങ്ങൾ നിർവഹിക്കുന്നു എന്ന ഗൂഢതത്വം ഋഷികളിൽ നിന്നും ഭാരതീയർ അറിഞ്ഞിരുന്നു. ആയുർവേദ ചികിത്സയ്ക്ക് അടിസ്ഥാനം ഋഷികളുടെ യോഗ ദർശനമാണ്. കൃത്യമായ അളവിലുള്ള പ്രാണന്റെ പ്രവർത്തനശേഷി മനുഷ്യ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് ശരീരധർമ്മങ്ങൾ സ്തംഭിച്ച് ദുഷിച്ച് സമനില തെറ്റുന്നത് ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും കാരണമാകുന്നു. 3, പ്രാണൻ മനസ്സാണ്. ഇതിന് ഒരേ സമയം 10 ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ഈ പ്രാണനെ നിയന്ത്രിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ഒരാൾക്ക് രോഗബാധ ഉണ്ടാകുന്നില്ല. വന്ന രോഗങ്ങൾ വിട്ടുമാറുകയും ദീർഘായുസായി പ്രാപഞ്ചിക ജന്മോദ്ദേശം പൂർത്തീകരിക്കുന്നതിനുമുള്ള വിദ്യ യോഗശാസ്ത്രത്തിലുണ്ട്. ലോകത്ത് പ്രാണവ്യവസ്ഥ മനുഷ്യരിൽ തെറ്റുന്നത് പ്രകൃതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. പരസ്പര ബന്ധം അറിയാതിരിക്കുന്നതിന് കാരണമാവുകയും അന്യോന്യം മത്സരബുദ്ധി സംഭവിക്കുന്നതിനും ലോകസമാധാനം നഷ്ടപ്പെടുന്നതിനും സന്ദർഭങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. 4, പ്രാണന്റെ കുറവ് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. യോഗാനുഭൂതി വന്ന ഒരു ഗുരുവിൽ നിന്നും യോഗ പഠനം ലഭിച്ചാൽ പ്രാണശക്തിയിൽ രോഗാണുവിനെ ഭയപ്പെടേണ്ടി വരികയില്ല. ജന്മനാ അല്ലാത്തതും ഗുരുതരമായ ശസ്ത്രക്രിയകൾക്ക് വിധേയമാകാത്തതുമായ എല്ലാ മഹാരോഗങ്ങളും യോഗ ചികിത്സയിലൂടെ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ പൂർണ്ണമായും സുഖപ്പെടുത്തി വരുന്നു. കഴിക്കുന്ന ആഹാരം പചന വ്യവസ്ഥയിൽ 7 ഭാവങ്ങൾ ധരിക്കുകയും ഇതിനെ സപ്തധാതുക്കൾ എന്ന് പറഞ്ഞു വരികയും ചെയ്യുന്നു. ഈ ധാതുക്കൾ ദ്രവീകരണം ഉണ്ടാകുമ്പോൾ ക്യാൻസർ എന്ന പേര് ഉദ്ഭവിക്കുന്നു. മജ്ജാധാതു ദ്രവിക്കുമ്പോൾ രക്താർബുദവും ശുക്രധാതു ദ്രവിക്കുമ്പോൾ എയ്ഡ്സ് എന്ന ക്യാൻസറും ഉണ്ടാകുന്നു. ഇതിൻ്റെ ആരംഭ ലക്ഷണമാണ് HIV അണുബാധ. രോഗങ്ങൾ നാനാ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ കാരണങ്ങൾ അറിയാതെ രോഗത്തെ സ്തംഭിപ്പിക്കുന്ന ആധുനിക ചികിത്സാ വിദ്യ അപകടകരമായിട്ടുള്ള പുതിയ മഹാരോഗങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ള വിവരം സാധാരണക്കാരൻ അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ മറ്റൊരു മാർഗവുമില്ല. ഇത് ചെയ്യുന്ന ആളിനും ഈ വിദ്യയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാനൊക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത്യാധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ പെടാത്തത് കൊണ്ട് അവർ ഏതെങ്കിലും തരത്തിലുള്ള അക്രമബുദ്ധിയോടുകൂടി ഓപ്പറേഷനോ അതുപോലുള്ള ഈ അവയവങ്ങൾ മാറ്റിവെക്കുകയോ അതുപോലുള്ള മറ്റു പല കാര്യങ്ങൾ അതൊരു സാധാരണ സംഭവം ആയിട്ട് മാറ്റുക. ഇപ്പം രക്തം ദാനം ചെയ്യണമെന്ന് പറയുന്നു. രക്തദാനം പാടില്ല എന്ന് യോഗശാസ്ത്രം പറയുന്നു. അത് ഒരു ആപത്ഘട്ടത്തിൽ കിടക്കുന്ന ഒരാളെ സഹായിക്കാൻ അല്പം രക്തം എടുക്കുന്നതിലല്ല, അതൊരു സർവ്വസാധാരണമായ രീതിയായിട്ട് മാറ്റിയാൽ അതിൽ അപകടമുണ്ട്. എന്താ കാര്യം? നാം കഴിക്കുന്ന ആഹാരം ആദ്യമേ നമ്മുടെ ശരീരത്തിലെ പല ഗ്രന്ഥികളിലും കൂടെ വരുന്ന രസശക്തി കൊണ്ട് ദഹിച്ച് ചെറുകുടലത് രസാംശമാകും. ഈ രസാംശം പല ഗ്രന്ഥികളും രക്തമായിട്ടും മാംസമായിട്ടും മേധസ്സായിട്ടും അസ്ഥിയായിട്ടും മജ്ജയായിട്ടും ശുക്ലമായിട്ടും സപ്തധാതുക്കളായിട്ടും മാറ്റും.
അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ അത് ഒരു ധാതു കൂടിയുണ്ട്, അതിന് രേതസ് എന്നാണ് പറയുന്നത്. അങ്ങനെ മെൻസസ് കഴിഞ്ഞുള്ള ശുദ്ധരക്തം, അതാണ് മേധസ്, ആ രേതസ് അങ്ങനെ ആയിട്ട് മാറ്റുന്നു. ഇതെല്ലാം ചെയ്യുന്നതിന് കൃത്യമായ ഒരളവിൽ നമ്മുടെ ശരീരത്തിൽ പ്രാണവ്യവസ്ഥ ഉണ്ടായിരിക്കണം. ആ പ്രാണവ്യവസ്ഥ തെറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിലുള്ള വായു, അഗ്നി, ജലം ഇവയുടെ ഘടനയ്ക്ക് വ്യത്യാസം വരും. ആ ഘടന വ്യത്യാസം വരുമ്പോൾ അവിടെ ഒരു ജ്വര സ്വഭാവം വരും. ജ്വരമെന്ന് പറയുമ്പോൾ സാധാരണ അഗ്നി തന്നെ. ഇത് വ്യത്യസ്തമായ രൂപത്തിൽ വരുമ്പോൾ വ്യത്യസ്തമായ രോഗങ്ങളെ ഉണ്ടാക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങളെ ഉണ്ടാക്കുമ്പോൾ അതിന് ഓരോ പേരുകളായിട്ട് മാറുന്നു. ഇതിനെല്ലാം അടിസ്ഥാനം പ്രാണൻ്റെ വ്യവസ്ഥ തെറ്റിയിട്ടുള്ള പ്രവാഹമാണ്. കുറഞ്ഞു പോയാൽ കൃത്യമായ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന 14 ധർമ്മങ്ങൾ ഈ ശരീരത്തിൽ ഇല്ലാണ്ട് വരും. മലങ്ങൾ, അശുദ്ധികൾ ഇതിനകത്തുനിന്ന് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് ശരീരധർമ്മങ്ങളാണ്. ആ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ പ്രാണൻ ശരീരത്തിലേക്ക് കടന്നു പോകുന്നത് തടസ്സപ്പെടുത്തുന്നതാണ് നമ്മുടെ ആഹാരചര്യ. ആഹാരം കൃത്യമായിട്ട് നല്ലതായിരിക്കണമെന്നുള്ള വിഷാംശമില്ലാത്ത ആഹാരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കഴിക്കേണ്ട വിധത്തിൽ അത് പാകം ചെയ്ത് കഴിക്കണമെന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ജീവിത ശൈലി മുഴുവൻ തെറ്റാതെ പ്രതിപാദിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം. അതൊരു ധർമ്മമാണ്. പ്രപഞ്ച വ്യവസ്ഥ അറിഞ്ഞിട്ട് മനുഷ്യരെ അവൻ്റെ ആ ക്ഷേമത്തിനും സുഖത്തിനും ജന്മോദ്ദേശത്തിനും എങ്ങനെ ജീവിക്കണം എന്ന് അന്തർദർശനം കിട്ടിയ നമ്മുടെ ഋഷികൾ, ആചാര്യന്മാർ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ഇത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയാണ്. അവിടെ അത് തെറ്റി അതിൽ നിന്നും ബോധം നശിച്ച പലരും മതങ്ങളായിട്ടും സിദ്ധാന്തങ്ങളായിട്ടും വന്നിട്ടുണ്ട്. അവരെല്ലാം ഇതിൻ്റെ യഥാർത്ഥ രൂപത്തെ അറിയുമ്പോൾ സ്വയം ഇതിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകമായ ഒരു മതമോ ആശയമോ അവിടെ നിലനിൽക്കുന്നില്ല. വ്യത്യസ്തമായ പ്രാണഘടനയിൽ മനുഷ്യൻ്റെ അറിവുകൾ തരംതിരിക്കപ്പെടുന്നു. അവൻ താഴുന്നതും ഉയരുന്നതും എല്ലാം ഈ പ്രാണൻ്റെ ഘടനാശക്തി ഉണ്ടാകും. അപ്പോൾ ആ പ്രാണഘടനയെ കൃത്യമായ വിധത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ യോഗയിലുണ്ട്. യോഗ സമ്പൂർണ്ണ ശാസ്ത്രമാണ്. ശാസ്ത്രം നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ അത് ശരിയാണെന്ന് തോന്നും, കുറെ കഴിയുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നും. അപ്പം ശരിയാണെന്ന് തോന്നുന്ന സമയത്തും അത് ശാസ്ത്രമാണ്, ശരിയല്ല എന്ന് തോന്നുമ്പോൾ അതിനെന്ത് പറയും? അപ്പം ശാസ്ത്രം സത്യമായിരിക്കണം. സത്യത്തെയാണ് നമ്മൾ ശാസ്ത്രമെന്ന് നമ്മളെ പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആയുർവേദം ആയുസ്സിനെ അറിയുന്ന അറിവോടുകൂടിയുള്ള ചികിത്സയാണ്. ആയുസ്സിനെ എങ്ങനെ അറിയുന്നത്? ശരീരത്തിൻ്റെ നിലനിൽപ്പ് വായു, അഗ്നി, ജലം ഇവയുടെ പ്രത്യേക രീതിയിലുള്ള ഘടനാശക്തിയാണ്. ആ ഘടനാശക്തി ഏതെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാനും കൂടിയിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാനുള്ള വ്യവസ്ഥയാണ് അതിലെ സ്വസ്ഥവൃത്തം. ആ സ്വസ്ഥവൃത്തത്തിലെ കൊടുക്കുന്ന ഔഷധങ്ങളും ചര്യകളും ചിലപ്പോൾ പോരാതെ വരുമ്പോഴാണ് അവിടെ ശോധനാവൃത്തം ഉപയോഗിക്കുക. അതാണ് തിരുമേ, ഉഴിച്ചിലെ, പിഴിച്ചിലെ, ധാരാകിഴി. അതുകൊണ്ടും നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ വീണ്ടും പ്രാണപ്രവാഹം കൊടുത്തിട്ട് ശരീരത്തെ വീണ്ടെടുക്കുന്ന യോഗ ചികിത്സ. യോഗിയാണ് ഈ ആയുർവേദ തത്വങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൽ കുറെ കൂടി ഉയർന്ന പടിയിൽ മനുഷ്യ ശരീരത്തെ, മനസ്സിനെ വേണ്ട രീതിയിൽ ആരോഗ്യപ്രദമായി ദീർഘായുസ്സോടുകൂടി സംരക്ഷിക്കാനും മരുന്നുകൾ കൂടാതെ ജീവിക്കാനുമുള്ള വ്യവസ്ഥയാണ് ഈ യോഗ ചികിത്സയിലുള്ള. അപ്പം യോഗ പഠന പരിശീലന ചികിത്സ ചെയ്യുന്ന ഒരാൾക്ക് മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം നമ്മുടെ ഈ ലോകം മുഴുവൻ അതേ രീതിയിലുള്ളൊരു പരിവർത്തനം വന്നു കഴിഞ്ഞാൽ അവർ സ്വഭാവശുദ്ധിയുള്ളവരായിട്ട് മാറും, പരസ്പരം അവരെ അറിയുന്ന ബന്ധുക്കളായിട്ട് മാറും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പാടില്ല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന് പറയുന്നതും ഈ തത്വത്തിലാണ്. അവരെല്ലാം ഒരേ കാഴ്ചപ്പാടിൽ വന്നത് ഈ പ്രാണവ്യവസ്ഥയിലൂടെയാണ്. അപ്പോൾ പ്രാണനാണ്. ഈ പ്രാണനെ അടക്കി നമ്മുടെ ഋഷികൾ അനേക സംവത്സരങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അവരെ ആവശ്യപ്പെടാതെ
അവരുടെ ശരീരത്തിൽ നിന്ന് ആ ജീവൻ വിട്ടുപോയിരുന്നില്ല. ഇതൊരു കടങ്കഥയല്ല, ഇത് നമുക്ക് സാധിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇത് പറയുന്ന ഞാൻ തന്നെ ഇതിൽ അനുഭൂതിയുള്ള ആളാണ്, അനുഭവിച്ചറിഞ്ഞ ആളാണ്. എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ 53 വർഷങ്ങളിൽ ഞാൻ ഈ ചര്യയിലിരിക്കുന്നു. അനേകം രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. NDP ചെയർമാൻ ആയിരുന്ന, NSS സെക്രട്ടറി ആയിരുന്ന കടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, അദ്ദേഹത്തെ ഞാൻ പെരുന്നയിൽ പോയിട്ട് 1980 ചികിത്സിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഗത്ത് 2 മുഴകളുണ്ടായിരുന്നു, അകത്തും പുറത്തുമായിട്ട്. മറ്റേ ഒരു പരിശോധന കൊണ്ട് കാണുന്ന രീതിയിലല്ല, വളരെ വലിയ ശരീരം, അതിനകത്ത് ഇങ്ങനെ 2 മുഴ. ഇതാരും അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകും സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ. അതിനുവേണ്ടി ഒരു അന്ന് NSS ബോർഡ് അംഗമായിരുന്ന ശങ്കരൻകുട്ടി മേനൻ അഡ്വക്കേറ്റ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് പാലായിൽ പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നടുവേദനയൊക്കെ മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയർമാനുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയതാണ്. ഞാൻ 14 ആഴ്ചയാണ് അതിനുവേണ്ടി എടുത്തത്. അത് കഴിയുമ്പോൾ ഈ 2 മുഴകൾ പഴുത്തു പോയാൽ വളരെ വലിയ രീതിയിൽ കിടന്ന പഴുത്തു പോയാൽ അത് ക്യാൻസറാണ്, തുരന്നു പോകും. അത്രയ്ക്ക് അത് യാതൊരു കുഴപ്പവും കൂടാതെ 14 ആഴ്ച കഴിയുമ്പോൾ അശേഷം അവിടെ അവശേഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സിംഗപ്പൂർ യാത്രയിൽ അംബാസിഡറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് NSS കരയോഗങ്ങളെല്ലാം അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. ആ സമയത്ത് ചേർത്തല വന്നിരുന്നു. ഈ സ്ഥലത്തുകാരൻ ഇങ്ങനെ ഒരു ആചാരൻ, യോഗാചാരൻ എന്നെ ഇങ്ങനെ ചികിത്സിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അദ്ദേഹം അത്രയും സൗമ്യനാണ്, ഇത്രയും വളരെ ആളാണെങ്കിൽ ശരിയത്തെ ഭക്തനാണ്. ഞാൻ കൊടുത്ത ഔഷധങ്ങൾ ഗുരുവായൂര് മേൽ തന്ത്രി, അവിടുത്തെ ആ മേൽ ശാന്തി, അവിടെ ദേവന് നേദിച്ചിട്ടാണ് അത് അദ്ദേഹം കഴിച്ചത്. അത്രയ്ക്കും ഭക്തനാണ്, അത്രയ്ക്കും വളരെ സൗമ്യനാണ്, ഗാംഭീര്യമുള്ള ആളാണ്. അപ്പോൾ അറിവിലും പൂർവജന്മ സുഹൃത്തത്തിലും വളരെ മികച്ച ഒരു നിലയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഭീമയുടെ അറിയാത്ത ഒരു ലോകം അറിയുന്ന ഒരു വ്യക്തിത്വമുള്ളവരാണ് ഭീമ ജുവലേഴ്സ്. അതിൽ നാരായണഭട്ട് എന്ന കോട്ടയത്ത് സ്വർണ്ണക്കട നടത്തിയിരുന്ന നാരായണഭട്ട്, അദ്ദേഹം ഹൈ പ്രഷറുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ ഞാൻ 77 ചികിത്സിക്കുന്നത്, 1977. അദ്ദേഹം 12 വർഷമായിട്ട് ഈ മഹാരോഗത്തിനടിമയായിരുന്നു. ഒരു നേരം ഒരു ഗുളിക കഴിഞ്ഞ 12 ഡോസ്, അതേ 12 ഗുളിക 3 നേരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതൊരു എണ്ണം കുറഞ്ഞ അദ്ദേഹത്തിന് അസ്വസ്ഥയുണ്ടാകും, ഉറപ്പുണ്ടാകില്ല. ആളെ ഞാൻ 6 മാസം കൊണ്ട് യോഗ ചികിത്സയിലൂടെ ഈ മരുന്നെല്ലാം മാറ്റി അവസാനം നല്ല ചെറുപ്പക്കാരനെ പോലെ അദ്ദേഹം വളരെ ഉത്സാഹിയായി. അതിനുശേഷമാണ് 1972 ആലപ്പുഴ ഭീമായിൽ സ്ഥിരം ക്ലാസ് തുടങ്ങിയത്. ആലപ്പുഴ ഭീമയുടെ പുത്രൻ ഡോക്ടർ ശ്രീനിവാസൻ അക്കാലത്ത് പ്രാക്ടീസിലേക്ക് വരുന്നേ ഉള്ളൂ. അദ്ദേഹം യോഗ, എന്നിൽ നിന്ന് 1 വർഷം അദ്ദേഹം യോഗ അഭ്യസിച്ച്, അദ്ദേഹം ചില രോഗങ്ങളുണ്ടായിരുന്നു, അതിലൂടെ മാറി. അത് കഴിഞ്ഞ് അദ്ദേഹമാണ് അനിയന്മാരായിട്ടുള്ള മറ്റ് ഗിരിരാജൻ, അതുപോലെ ഗോവിന്ദൻ, കിച്ചൻ, ഇങ്ങനെ 6 സഹോദരന്മാരും അവരെല്ലാം ഈ യോഗ അഭ്യസിച്ചു. അവരുടെ ഭാര്യമാരും പങ്ങന്മാരും എല്ലാവരും, അവരുടെ ബന്ധുമിത്രാദികളും എല്ലാം അവിടെ 28 കൊല്ലമാണ് ഈ യോഗ. ഈ ഗിരിരാജൻ്റെ ആ സംരക്ഷണയിൽ അവിടെ നടന്നത്. അദ്ദേഹം പലയിടത്തും ചിന്മയ മിഷൻ്റെ പല പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഈ യോഗയുടെ ബോധവൽക്കരണത്തിന് ധാരാളം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ചെല്ലുന്ന സമയത്ത് വലിയ 10 മാസം തികഞ്ഞ ഒരു സ്ത്രീയുടെ വയറും ഒരു വലിയ തലയുമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. അപ്പം നടക്കുമ്പോഴത്തേക്ക് വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ യോഗയിലേക്ക് കടന്നു. അദ്ദേഹം പറയുന്ന കാര്യമെല്ലാം വളരെ കൃത്യമായിട്ട് 5 മണിക്ക് തന്നെ യോഗ, അത് എന്തെല്ലാം ഇതുണ്ടെങ്കിലും ശരി അതെല്ലാം മാറ്റിവെച്ചിട്ട് അത് ചെയ്യുമായിരുന്നു. അനുഷ്ഠാനത്തിൽ അങ്ങനെ ഒരു വളരെ കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരമെല്ലാം പൂർവ്വസ്ഥിതി വന്നു. അത് തന്നെയല്ല, ഇന്ന് അദ്ദേഹത്തെ കണ്ടാൽ എന്ത് തേജസ്വിയാണെന്നോ. അദ്ദേഹം മഹാ കഴിവുള്ള ആളായി മാറി. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഇന്ന് കോഴിക്കോട്ടാണ് അവരുടെ സ്റ്റോർ റൂം. ഇവിടുന്ന് അവരെല്ലാം ഇങ്ങനെ അത് ഷെയർ വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തായി. അപ്പം അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഇനിയുണ്ട്. ചേർത്തല നെയ്യാരപ്പള്ളി എന്ന് പറയുന്ന വലിയ കുടുംബമാണ്, ക്രിസ്തീയ കുടുംബമാണ്. അവർ 2-3 തലമുറ മുമ്പ് ഒരു
ബ്രാഹ്മിൻസ് ആയിരുന്നു, നമ്പൂതിരിമാരായിരുന്നു അവരുടെ അവസ്ഥ. അവർ കൺവെർട്ട് ചെയ്താ. അപ്പം അങ്ങനെ അതിൽ CA പാസ്സായി ജോണി. അയാൾക്ക് കാർബൈഡ് കമ്പനിയിലെ മാനേജരായിരുന്നു. പക്ഷേ സന്ദർഭവശാൽ അയാൾക്ക് രോഗം ബാധിച്ചു. അന്ന് 25 വയസ്സുണ്ട്. എന്താ രോഗമൊന്നും അറിയില്ല. ഈ ഇന്ത്യ മുഴുവൻ ചികിത്സിച്ച് അവസാനം അയാളുടെ ചിറ്റപ്പന്മാർ 4 പേര് MRCP FICS ഒക്കെ പാസ്സായവരാണ്. അവർ വിദേശങ്ങളിൽ കൊണ്ടുപോയി, അമേരിക്കയിൽ കൊണ്ടുപോയി പരിശോധിച്ചു. രോഗം എന്താണെന്ന് അറിയില്ല. അയാളുടെ കൈയൊന്നും നീട്ടാൻ പാടില്ല, നടക്കാൻ പറ്റില്ല, സ്ത്രീകളുടെ ശബ്ദം മാതിരിയായി, ശ്വാസം മുട്ടല്, എന്തെല്ലാം രോഗമുണ്ടോ എന്താണെന്ന് പറയാനൊക്കില്ല. ഡോക്ടർമാർ പറയുന്നത് ഇയാൾ മെൻ്റലാണെന്ന് പറഞ്ഞു. ചിറ്റപ്പന്മാരെല്ലാം പ്രത്യേകം വന്നു അയാളുടെ വീട്ടിലെ ചേർത്തല വന്ന് പരിശോധിച്ചു. അവൻ മെൻ്റലാണെന്നുള്ള രീതിയിലാണ് പോയത്. ആ രോഗിയെ ഞാൻ 90 ദിവസം കൊണ്ടാണ് ചികിത്സിച്ചത്. പക്ഷേ ഒരു പ്രത്യേകത, ചികിത്സിക്കുന്ന സമയത്ത് അദൃശ്യമായി ഞാൻ ചെയ്യുന്ന ചികിത്സയ്ക്ക് ആധാരമാക്കി നിൽക്കുന്ന ശക്തി സുബ്രഹ്മണ്യ ശക്തിയാണ്, ഗുരുശക്തി, ഗുരു ഗുഹ എന്നാണ് വേദങ്ങൾ. ആ ഗുരുവിൻ്റെ ആ സാമീപ്യവും അനുഗ്രഹവും ഇതിൻ്റെ ഈ 957 ഞാൻ എൻ്റെ ഈ പഠനം ആരംഭിക്കുമ്പോൾ എനിക്ക് ദർശനത്തിലും മറ്റുമൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഗുരു പരമ്പരയുടെ സിദ്ധന്മാരുടെ അനുഗ്രഹങ്ങളുണ്ടായ ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. ആ പാരമ്പര്യത്തിൽ അദ്ദേഹം എൻ്റെ ആ സ്ഥാനത്ത് ഇന്ന് കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യങ്ങൾ സംഭവിച്ചാൽ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നേരെ പ്രത്യക്ഷമായിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് കടന്നിട്ട് കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കണം. അങ്ങനെ ഇയാളുടെ രോഗസ്ഥിതി അവിടെ അന്വേഷിച്ചപ്പോൾ ഇയാൾ മരിച്ചു പോകും. 25 വയസ്സ് പ്രായമുള്ള ഇയാൾ 1 വർഷം കൂടെ ജീവിക്കുള്ളൂ. ഞാൻ 90 ദിവസം കൊണ്ട് ചികിത്സിക്കാമെന്നും പറഞ്ഞു. പക്ഷേ അവസാനം പറഞ്ഞു ഇയാൾക്ക് വേണ്ടി വേറൊരാൾ മരിക്കും, അയാൾ രോഗിയാണ്, പക്ഷെ ആയുസ്സുണ്ട്, അവനെ ഞാൻ ഇവനിലേക്ക് കടത്തും, ഇവൻ സമയത്ത് തന്നെ പോകും. അതോടൊപ്പം ഞാൻ 9 ദിവസം പിഴിച്ചിലോടുകൂടി, തോണിക്കകത്ത് പിഴിച്ചിലോടുകൂടി 4-5 പേരുടെ സഹായത്താൽ അവരുടെ വീട്ടിൽ തന്നെ സ്വാമി പറഞ്ഞതുപോലെ തന്നെ ശുദ്ധീകരണമെല്ലാം നടത്തി, പരിസരങ്ങളെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി, പുരയും മുറികളും എല്ലാവരും ചാണകവെള്ളം കൊണ്ട് അടിച്ച് വൃത്തിയാക്കി, ശുദ്ധമായ പച്ചക്കറി വ്യവസ്ഥയിൽ ആഹാരങ്ങളെല്ലാം തയ്യാറാക്കി, പൂജ എല്ലാം അവിടെ ഇട്ട് നിലവിളക്കൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. 8ാമത്തെ ദിവസം ഒരാൾ മരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ 8ാമത്തെ ദിവസം ഞങ്ങൾ ഈ കർമ്മങ്ങൾ തുടങ്ങുന്ന 8 മണിക്കാണ്. 1 മണിക്കേ തീരുള്ളൂ. ധാരാളം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ കൈയും കാലും ശബ്ദമെല്ലാം നേരെ വന്നു. പക്ഷെ 8ാമത്തെ ദിവസം 11 മണി ആയ സമയത്ത് ഈ പൂജാ സ്ഥാനത്തിരുന്ന ആ പീഠത്തിലിരുന്ന കദളിപ്പഴം തനിയേ വടക്കോട്ട് ഓടുന്നതായിട്ടാണ്. ഞാനല്ല ഇത് കാണുന്നത്, കൂടെ നിന്നവരാ കാണുന്നത്. അതിനകത്തിരുന്ന കഷായച്ചട്ടി മറിയുന്നു, കാല് പൊള്ളുന്നു, അവിടെ ഒരു ബഹളം. പക്ഷെ ആ സമയത്ത് പുറത്ത് ഈ അടച്ചിട്ടിരുന്ന കഥയിൽ കൊട്ടുന്നു. ഇദ്ദേഹത്തിൻ്റെ ആളെ, ആ അച്ഛൻ, അദ്ദേഹം വക്കീലാണ്, അദ്ദേഹമാണ് കൊട്ടുന്നത്. ഞാൻ നോക്കുമ്പോൾ, തുറന്നു നോക്കുമ്പോൾ ഇദ്ദേഹം നിന്ന് വരയ്ക്കുന്നു. അദ്ദേഹം പറയുന്നു, രാവിലെ ഇവിടെ വന്നു നിന്ന ആളാണ്, എൻ്റെ അനിയനാണ്, അവൻ മരിച്ചു. ഇവർ തമ്മിൽ എന്നേക്കാൾ സ്നേഹബന്ധമാണ്, അതുകൊണ്ട് അവനെ പോയി കാണണം. ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ കാറുകൾ കൊണ്ട് തന്നെ ഇവിടെ നിറയും. അപ്പം ഞാൻ പറഞ്ഞു, ശരി, 1 മണിയാകട്ടെ, നമുക്ക് അതിനെപ്പറ്റി തീരുമാനിക്കാമെന്ന്. ആ സമയത്ത് എനിക്ക് നേരിട്ട് തന്നെ ഇയാളെ മനസ്സിലായി. ഇയാൾ ശരീരം ഉണ്ടെന്നേ ഉള്ളൂ, ജോണി എന്ന് പറയുന്ന ഉള്ളിലിരുന്ന ചൈതന്യം മാറുകയും മറ്റേ രാവിലെ വന്ന ചിറ്റപ്പൻ്റെ ആ ജീവൻ ഇതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ള പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്നെ ഗുരു എന്നും ആചാര്യനെന്നും ഒക്കെ വിളിച്ചിരുന്ന ജോണി അതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമില്ലാത്തവരായി. അന്ന് തന്നെ ഇയാളുടെ ശരീരം കാണിക്കാൻ എൻ്റെ ആളുകളോടുകൂടി കാറിൽ അടുത്ത വീട്ടിലേക്ക് പോയി. ശവം കണ്ട ഉടനെ തന്നെ ഇയാൾ മോഹാത്സ്യപ്പെട്ടു തിരിച്ചെടുത്തുകൊണ്ട് പോന്നു. ആൾ ഇന്നും ജീവിക്കുന്നു. അയാൾ ഇന്ന് ലണ്ടനിൽ 25 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നാണ് പറയുന്നത്. 2 കുട്ടികളുണ്ട്, എന്നെ വന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അതുപോലെ ഈ കളവങ്കോടം ഭാഗത്തെ, ചേർത്തല കളവങ്കോടം ഭാഗത്ത് ഒരു വിശ്വംഭരനുണ്ട്. ആ വിശ്വംഭരൻ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഹൃദയം അങ്ങ് നിന്നു പോകുന്ന പോലെ തോന്നും. അപ്പോൾ ഈ ലക്ഷണം കാണുമ്പോൾ വീട്ടുകാർക്കറിയാം. എക്സ്റേ ഇവിടെ ചേർത്തല എക്സ്റേ ആശുപത്രിയിൽ വളരെ കാലം ചികിത്സിച്ചു.
ഡോക്ടർ ഹരിയാണ് ചികിത്സിച്ചത്. അങ്ങനെ പല മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയാണ് യോഗ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പൊന്നാമലി കിഴക്ക് ഭാഗത്ത് ഒരു ഡിസ്പെൻസറി തുടങ്ങുകയും അവിടെ ഇങ്ങനെ പഴയ മഹാരോഗങ്ങളെയും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിശ്വംഭരനെ കുറേ പേര് വണ്ടിയിൽ അവിടെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഇത് ചികിത്സിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 90 ദിവസം കഴിഞ്ഞപ്പോൾ വിശ്വംഭരനെ അതിലെ പിഴിച്ചിലെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, യോഗയും പഠിപ്പിച്ചു. അയാൾ ഇന്നും സുഖമായിരിക്കുന്നു. പിന്നീട് അയാൾക്ക് ഈ ഹാർട്ട് നിന്ന് പോയിട്ടില്ല. അങ്ങനെ ഒത്തിരി ഈ ഇരിങ്ങാലക്കുടയിൽ ഒരു സ്ത്രീ, അവിടെ ഒരു മേനോൻ, കെ മേനോൻ എന്ന് പറയുന്ന എല്ലാവരും അറിയും. കെ മേനോൻ്റെ മോട്ടോർ സർവീസാണ് അവിടെ തൃശ്ശൂർ ചെന്നാൽ. അവരുടെ വീട്ടിൽ അന്തിക്കാടിൽ ആ മേനോൻ്റെ മകൾ ഒരു വായി തുറക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. ഞാനവിടെ ഒരു മേനോൻ പക്ഷാഘാതമായിട്ട് കിടക്കുന്നു. മേനോൻ്റെ ചികിത്സയ്ക്ക് പോയതാണ്. അപ്പോൾ അടുത്ത് ഡി ശങ്കരുട്ടി മേനോൻ, നമ്മുടെ അപ്പലേറ്റ് അതോറിറ്റി ചെയർമാനായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുകയും ഈ വക്കീൽ ഓഫീസിൽ രോഗികൾ വരും, അങ്ങനെ ഒരു ഏർപ്പാട് അദ്ദേഹം ചെയ്തു. ആ സമയത്ത് അദ്ദേഹം മുഖാന്തരമാണ് ഈ രോഗത്തെ ചികിത്സിക്കാവുന്നു. അങ്ങനെയൊന്ന് മേനോനെ 8 വർഷമായിട്ട് പക്ഷാഘാതമായി കിടന്ന മേനോനെ ഞാൻ 90 ദിവസം കഴിഞ്ഞപ്പോൾ വഴിയിൽ നടത്തി. ഇതറിഞ്ഞാണ് ഈ കെ മേനോൻ്റെ വീട്ടിൽ നിന്ന് പതിവായിട്ട് ഒരാൾ വന്ന് ഇത് കാണുമായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു വീടാണ്, 4 ഗേറ്റും 4. അവിടെ അന്തിക്കാട് എന്ന് പറയുന്ന നക്സലുകളുടെ കേന്ദ്രമാണ്. രാജകീയമായിട്ടുള്ളൊരു താമസമാണ് അവിടെ ഗേറ്റ്. അങ്ങനെ അത് തുറന്ന് അകത്ത് കയറിയപ്പോൾ ഈ ഇരിക്കാൻ തന്നെ പലർക്കും പല ഇരിപ്പിടങ്ങളാണ്. ജാതി വ്യവസ്ഥ ഉണ്ടെന്ന് തോന്നിപ്പോയി. പക്ഷെ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് തന്നെ എന്നെ അവിടെ ഇരുത്തിയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വലിയ 2 ഡോക്ടർമാരവിടെ ഉണ്ട്, ഒരു ലേഡിയുണ്ട്, ഒരു പുരുഷനും ഉണ്ട്. ഇവർ തൃശ്ശൂർ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റുകളാണ്. അവരുടെ കള്ളയാണിത്. പക്ഷേ എന്തുകൊണ്ട് ഇവരുടെ വായി ഇങ്ങനെ പല്ല് കടിച്ചു പോയി. നല്ല പല്ലാണ്, ഒരു കേടുമില്ല. പക്ഷെ പല്ലെല്ലാം എടുക്കണല്ലേ, ക്യാൻസറാണിത്, ഈ നീര് പോകില്ല, അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ദുഃഖമായി. അതാണ് ആദ്യമേ ഇത് പല്ലെടുക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കുമോ? ഞാൻ പറയും സാധിക്കും. ഞാൻ കൊടുത്ത വെറും ഒരു എണ്ണ, അത് 3 ആഴ്ച തേച്ചപ്പോഴത്തേക്ക് നീരില്ല. അവർക്ക് സന്തോഷമായി. 2 മക്കളെ വേറെയും ചികിത്സിക്കേണ്ടി വന്നു. അപ്പോൾ ആ മേനോൻ ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഇത് 80, 80, 82 കാലഘട്ടങ്ങളിൽ നടന്നതാണ്. അങ്ങനെ അനവധി ചികിത്സയാണ് ചെയ്തിരിക്കുക. അത്ഭുതകരമായ ചികിത്സകൾ ഇതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. മഹാരോഗങ്ങളെല്ലാം ചികിത്സിക്കാം എന്നുള്ള അനുഭവത്തിൽ അനേകം പേർ ഇന്ന് ഇരിക്കുന്നു. TD അമ്പലത്തിന്, ആലപ്പുഴ TD അമ്പലത്തിന് അടുത്തിരിക്കുന്ന ഗിരിപ്പൈ കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ ഭാസ്കരൻ, ഡോക്ടർ ഭാസ്കരൻ നായരാണ് ഇദ്ദേഹത്തെ ചികിത്സിച്ചത്. അദ്ദേഹത്തിന് നടുവേദന, കുട്ടികളുമില്ല. 6 വർഷം 8 വർഷത്തോളം ചികിത്സിച്ചു. അവസാനം ബെൽറ്റിൽ നിന്നില്ല, ഓപ്പറേഷൻ വിധിച്ച ആളാണ്. ഞാൻ വെറും 9 ദിവസം കൊണ്ടാണ് അത് മാറ്റിക്കൊടുത്തത്. ഇത് മാറ്റി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ആൾക്ക് കുട്ടികളും ജനിച്ചു. ഒരു പെൺകുട്ടിയുണ്ട്, ഭാര്യയും ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അങ്ങനെ പറഞ്ഞാൽ ഒടുങ്ങാത്ത വിധത്തിൽ ഉള്ള ചികിത്സകൾ ഇതുകൊണ്ട് എനിക്ക് ചെയ്യാനെത്തിയിട്ടുണ്ട്. ഇപ്പം 53 വർഷമായിട്ട് ഞാൻ ഈ രംഗത്ത് തന്നെ. എനിക്ക് ഈ രോഗം വരാറില്ല. ഇനി ഞാൻ ആരോഗ്യമായിരുന്നു. പക്ഷെ ആ രോഗം എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല മറ്റൊരു മരുന്നിൽ. പക്ഷെ ഇതുകൊണ്ട് ഞാൻ മാറ്റിയെടുത്തു. ഇന്നും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. 71 വർഷം ഇപ്പം ഞാൻ ജീവിക്കുന്നു. എൻ്റെ ജാതകാലം എനിക്ക് 57 വയസ്സോ 8 വയസ്സോ ഉള്ളു. ജാതകം ഇപ്പോഴും ഉണ്ട്. ജാതകത്തിൻ്റെ കുഴപ്പമില്ല. ഞാൻ ഈ ചര്യ അനുഷ്ഠിച്ചുകൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കാമെന്നുള്ള തത്വം വാസ്തവത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഈ ലോക ജനതയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഗവൺമെൻറ്റുകൾ ഇത് മനസ്സിലാക്കണം. കുട്ടികളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ബോധവൽക്കരണം കൊടുത്തിട്ട് വേണം പഠിപ്പിക്കാൻ. നമ്മൾ വിജ്ഞാനാഭ്യാസമാണ് ഇപ്പോൾ ചെയ്യുന്നത്, വിദ്യാഭ്യാസമല്ല. ഈ ശരീരം അല്ലാതെ തന്നെ 2 ശരീരം കൂടിയുണ്ട്. അത് സ്ഥൂലം സൂക്ഷ്മം കാരണമാണ്. അപ്പോൾ സ്ഥൂല ശരീരത്തിലുള്ള കാര്യങ്ങൾ മാത്രം അറിയുന്നതാണ് ആധുനിക വിദ്യ, ആധുനിക ചികിത്സാശാസ്ത്രം. നമ്മുടെ ആയുർവേദമെല്ലാം
സ്ഥൂല ശരീരവും കഴിഞ്ഞിട്ട് സൂക്ഷ്മ ശരീരത്തെ കൂടി അറിയുന്ന ഋഷികളാണത്. അപ്പോൾ അതുകൊണ്ട് അതിന് മാറ്റമില്ല. എത്ര കാലഘട്ടം കഴിഞ്ഞാലും ശരി, എന്ന് തുടങ്ങിയോ അന്നത്തെ അനുഭവം തന്നെ അതിൻ്റെ ഔഷധങ്ങൾ കൊണ്ട് ശരിയാകും. ഇപ്പം രോഗം പുതുതായിട്ടുണ്ടാകുന്നതല്ല, രോഗ കാരണങ്ങൾ അറിയാതെ ചികിത്സിച്ചാൽ രോഗം ഭിന്നമായ രൂപം ധരിക്കുമ്പോൾ ആദ്യത്തെ അണുവല്ല അവിടെ കാണുന്നത്, വ്യത്യസ്തമായ അണു വരുമ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇത് പുതിയ രോഗമാണ്. വൈറസുകൾ ഇപ്പോൾ കാണുന്ന എലിപ്പനി, പുലിപ്പനി, പന്നിപ്പനി ഒക്കെ എന്നൊക്കെ പറയുന്ന വിഷജ്വരങ്ങളാണ്. 25ഓളം ജ്വരങ്ങളെപ്പറ്റി ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന അതിനെപ്പറ്റി കണ്ട് നിശ്ചയം വേണം. അത് എക്സ്റേയിലോ സ്കാനിലോ കിട്ടുകയില്ല. അത് നമ്മൾ പഠിക്കണം. അപ്പം ചികിത്സ ഇപ്പോൾ ആര് ചെയ്താലും ശരി, ശരീരത്തെ പറ്റിയുള്ള സ്ഥൂല സൂക്ഷ്മ അറിവുണ്ടാകണം. ഇപ്പോൾ വിദേശീയരായ ഒത്തിരി പേര് എൻ്റെ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ വിദേശങ്ങളിൽ ഇപ്പോൾ ഈ യോഗ കൂടി പഠിച്ച ആളുകൾക്ക് മാത്രമേ ആധുനിക ഡോക്ടറായിട്ട് പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അതാണ് അവസ്ഥ. അപ്പോൾ യോഗ എന്ന് പറയുന്നത് വെറും ഡ്രില്ലല്ല. അതിപ്പോൾ നമ്മൾ അറിയുന്ന ചില ആസന വിഭാഗങ്ങളായിട്ട് അധപ്പതിച്ചിട്ടുണ്ട്. അതെന്താണ്? അങ്ങനെ വരാൻ പാടില്ല. അത് 8 ഭാഗങ്ങളാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. 8 ഭാഗങ്ങൾ. അതിൽ 4 ഹഠയോഗമാണ്, അത് ശരീരശാസ്ത്രം. 4 മനഃശാസ്ത്രമാണ്. ഇപ്പം ശരീര മനസ്സുകളെ കൂട്ടിയിണക്കുന്ന ആ വിദ്യ പൂർണ്ണമായിട്ട് അതിൽ നിൽക്കുകയാണ്. ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കാനില്ല. അതുകൊണ്ട് ഈ യോഗ വിഷയങ്ങൾ ആര് പറഞ്ഞാലും ശരി, ഒരിടത്തും തെറ്റാൻ പാടില്ല. പുതിയ പുതിയ പുസ്തകങ്ങൾ രചിക്കപ്പെടുമ്പോഴും പ്രാചീനമായ തത്വത്തെ അറിയുന്നവരായിരുന്നു എന്ന് നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാകണം. തെറ്റായ വിഷയങ്ങൾ പഠിക്കാൻ പാടില്ല. അപ്പം തെറ്റായ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ അസുഖങ്ങൾക്ക് കാരണമാണ്. അത് മാറ്റാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ അറിവുള്ളവരില്ല എങ്കിൽ അതങ്ങനെ തന്നെ അവശേഷിക്കുന്ന സമൂഹം അതുപോലെ അധപ്പതിച്ചു പോകും. അപ്പോൾ അധപ്പതിക്കാതിരിക്കാൻ കുട്ടികൾ നല്ല സ്വഭാവത്തിൽ വളരാൻ, ശാന്തി സമാധാനം ഉണ്ടാകാൻ ഒക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യോഗ. ഒരു 11 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അവരെ യോഗ വിഷയത്തിലേക്ക് അങ്ങ് വിടണം, പഠിപ്പിക്കണം. അറിയാവുന്ന ഒരു ഗുരു, വെറുതെ ചുമ്മാ നമ്മുടെ ഡ്രില്ലല്ല ഇത്. അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ അവരഭ്യസിച്ചാൽ നാം അവർക്ക് വേറെ സമ്പത്തൊന്നും കൊടുക്കണ്ട. രോഗമാണ് ഇന്ന് നമ്മുടെ ദാരിദ്ര്യത്തിനും കാരണം. ആരോഗ്യമുള്ള ശരീരത്തിന് ശരിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ ആരോഗ്യമില്ലെങ്കിലോ ഉള്ളത് മുഴുവൻ ആ അനാരോഗ്യത്തിന് വേണ്ടി ചെലവഴിച്ചാലും ആളെ രക്ഷപ്പെടാനൊക്കില്ല, കുടുംബം മുഴുവൻ നശിക്കുന്ന. അവിടെ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കണം, സമ്പൽ സമൃദ്ധിയോടുകൂടിക്കണം. പരസ്പരം ലോകാസമസ്താസുവിനോ ഭവന്തു എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. പ്രപഞ്ചം ഒന്നായിട്ട് ഒരേ ചൈതന്യത്തിലാണ് നിൽക്കുന്നത്. വ്യത്യസ്തമായ കർമ്മങ്ങൾ കൊണ്ട് വിഭിന്ന ജീവികളുണ്ടാകും. 84 കോടി ജീവരാശികളാണ് ഭൂമുഖത്ത്. ആ 84 കോടി ജീവരാശികൾക്കും ആധാരം ബ്രഹ്മമാണ്, ഒരേ ശക്തിയാണ്. അതിൻ്റെ അതിൻ്റെ സാത്വിക രാജസ താമസ ഭാവങ്ങളിലേക്ക് അധപ്പതിച്ച ജീവൻ വ്യത്യസ്ത രൂപങ്ങൾ ധരിക്കും. ഒരേ അച്ഛനും അമ്മയിലും തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അവരെ ശരീരം കൊടുക്കുന്ന അത്രയേ ഉള്ളൂ. പക്ഷെ അതിൽ കടന്നുകൂടുന്ന ജീവൻ പൂർവ്വ ജന്മാർജിതമായി എടുത്ത ആ കർമ്മദോഷങ്ങളും ഗുണങ്ങളുമാണ് അവരെ പിൽക്കാലത്ത് നന്മ ചെയ്യുന്നവനെന്നോ തിന്മ ചെയ്യുന്നെന്നോ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമ്പത്ത് ഇതാണ്. അവൻ ആരാണെന്ന് അറിയിച്ചിരിക്കണം. ദേഹാഭിമാനം ഉണ്ടാകരുത്. ദേഹം പോകുന്നതാണ്, ദേഹിയാണ് ഞാനെന്നുള്ള ബോധം ആ കുട്ടിക്ക് ഉണ്ടാകത്തക്ക രീതിയിലുള്ള ആ പഠനം ആദ്യകാലത്ത് തന്നെ ഉണ്ടാകണം. അപ്പോൾ അത് ലളിതമായ ജീവിതം വരും. ആഹാരകാര്യങ്ങൾ നല്ല സാധനം കഴിക്കണം. നല്ലതെന്ന് പറഞ്ഞാൽ വിഷാംശമില്ലാത്ത പച്ചക്കറി, നല്ല പഴവർഗ്ഗങ്ങൾ. അത് എങ്ങനെയാണ്? കിടക്ക എങ്ങനെയായിരിക്കണം? നമ്മൾ എയർ കണ്ടീഷനൊന്നും ഇരിക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം 7 ചർമ്മങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന 3.5 കോടി രോമകൂപങ്ങളാണത്. ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് കിഡ്നി വർക്ക് ചെയ്യുന്നത്. ഈ ചർമ്മമായിട്ട് കിഡ്നി ധമനിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ശ്വാസോച്ഛ്വാസഗതിയിലാണ് കിഡ്നി വർക്ക് ചെയ്യുന്നത്. ഇത് നിന്ന് പോകുമ്പോഴാണ് കിഡ്നി സ്തംഭിക്കുന്നത്. അതിന് കിഡ്നി മാർഗ്ഗമല്ല വേണ്ടത്. ഇത് സ്കാനർക്കോ അല്ലെങ്കിൽ എക്സ്റേക്കോ കാണാനൊക്കില്ല. അപ്പോൾ ഇതിന് അപാരമായൊരു ശാസ്ത്രമാണ് യോഗശാസ്ത്രം. യോഗശാസ്ത്രത്തിൻ്റെ ദൃഷ്ടി കൂടി ആധുനിക ശാസ്ത്രകാരന്മാർ, ചികിത്സകർ ഉൾക്കൊള്ളണം. എന്നാൽ അതിൽ വന്നിരിക്കുന്ന തെറ്റുകൾ പരിഹരിക്കാനൊക്കെ.
യോഗശാസ്ത്രത്തിൻ്റെ ആ കണ്ണാടിയിൽ അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ അബദ്ധം ഉണ്ടാകും, അല്ലെങ്കിൽ കീറേണ്ടി വരും. മനുഷ്യ ശരീരം കീറണ്ട. 6 രീതിയിൽ പ്രാണനെ കൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തെ കീറാവുന്ന വിദ്യയുണ്ട്. അതിന് ഷഡ്കർമ്മങ്ങൾ എന്നാ പറയുന്നത് യോഗശാസ്ത്രത്തിൽ. അതെല്ലാം ആചാര്യന്മാർക്കറിയാം. സാധാരണ ഈ ആസനം പഠിപ്പിക്കുന്നവർക്ക് അത് അറിയാനൊക്കെ ഇല്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ശരീരത്തെ പഠിച്ചവരും ധർമ്മങ്ങൾ അറിയുന്നവരും വേണം യോഗശാസ്ത്രവും പഠിപ്പിക്കാൻ. ചികിത്സിക്കുന്നവരും അങ്ങനെ വേണം. പല്ലിനെ ചികിത്സിക്കുന്ന ഒരാൾ, കൈയിനെ കാലിനെയൊക്കെ ചികിത്സിക്കുന്ന വേറൊരാൾ, അങ്ങനെ വരാൻ പാടില്ല. ഈ പല്ലും നഖവും ഈ ശരീരഭാഗങ്ങളെല്ലാം ഒരേ ശരീരമാണെന്നുള്ള ബോധത്തിൽ അതെല്ലാം പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവരെ ചികിത്സിക്കാവുള്ളൂ. അപ്പം ആ രീതിയിൽ പരിവർത്തനം വരേണ്ടേ. അതുപോലെ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ വളരെ ദോഷം ചെയ്യുന്ന ആ പാല് ഉൽപ്പാദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കർഷകനെ പഠിപ്പിക്കണം. പച്ചക്കറി ഉൽപ്പാദിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. വിഷാംശം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ അത് വിഷമാണ്. വിഷം കൊണ്ട് ചെന്ന ശരീരം സ്വീകരിക്കല്ല, അത് പുറന്തള്ളും. അത് ശരീരം മുഴുവൻ ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് പുറത്തു പോകാതെ 14 വിധത്തിൽ ശുദ്ധീകരണം നടത്തേണ്ട യന്ത്രങ്ങളെല്ലാം നിന്നുപോകും. അതവിടെ വളരെയധികം മോശമായ സ്ഥിതിയിൽ ദൂഷിക്കുമ്പോഴാണ് ഈ മുഴകളും ക്യാൻസറും ഒക്കെ ഉണ്ടാകുന്നത്. ആ രക്തധാതു ദൂഷിച്ച് അത് ഇങ്ങനെ മാംസമായിട്ട് വന്ന് രക്തത്തിൽ നിന്നാണ് മാംസം വരുന്നത്, മാംസത്തിൽ നിന്നാണ് മേധസ് വരുന്നത്, മേധസ്സിൽ നിന്നാണ് അസ്ഥി വരുന്നത്, അസ്ഥിയിൽ നിന്നാണ് മജ്ജ വരുന്നത്, മജ്ജയിൽ നിന്നാണ് ശുക്രധാതു. അപ്പം അങ്ങനെ ഓരോ ധാതു ദൂഷിക്കുമ്പോൾ ധാതുഗതമായിട്ട് ഓരോ രൂപത്തിൽ രോഗങ്ങളുണ്ടാകും. ശരീരത്തിൽ വേസ്റ്റായിട്ട് തള്ളുന്ന ഈ സാധനങ്ങൾ രക്തസഞ്ചാരത്തിൽ തടയുമ്പോഴാണ് ഹൃദയമൊക്കെ നിന്ന് പോകുന്നത്. അപ്പോൾ അതിന് കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്യുകയല്ല വേണ്ട, ശരീരം ശുദ്ധീകരിക്കുക വേണ്ട. അത് നമ്മളെ 180 ദിവസം കൊണ്ട് ആ രോഗത്തെ എന്തായിക്കോട്ടെ മെയിനായിട്ട് പ്രധാനമായ ഭാഗങ്ങൾ മുറിക്കാതെ കീറാതെ കിട്ടിയാൽ ജന്മന അല്ലാത്ത ആ ആളിനെ ഏത് രോഗമാകട്ടെ യോഗശാസ്ത്ര വിധിപ്രകാരം അയാളെ പൂർണ്ണനാക്കിയിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് നേരത്തെ പറഞ്ഞ 22ഓളം വിവിധ തരത്തിൽ ആധുനിക ശാസ്ത്രത്തിൽ അസാധ്യമെന്ന് പറയുന്ന രോഗങ്ങൾ ചികിത്സിച്ച കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അത് 80-ൽ തന്നെ. അതാണ് നേരത്തെ ആ വിവരങ്ങൾ കടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, ഭീമ അങ്ങനെയുള്ളവരുടെ കാര്യം പറഞ്ഞു. അതുപോലെ അനവധിയുണ്ട് പറഞ്ഞാൽ ഒടുങ്ങില്ലാത്തവർ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കാത്തത്? ആധുനിക വൈദ്യശാസ്ത്രത്തെ അതിജീവിക്കുന്ന ഈ ശാസ്ത്ര രഹസ്യം മനസ്സിലാക്കുന്ന ആളുകളെ ബഹുമാനിക്കണം. പണ്ടുള്ള ചക്രവർത്തിമാർ വരെ അങ്ങനെയുള്ളവരെ ആദരിച്ചിരുന്നു. അവരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആണ് അവർ രാജ്യഭാരം വരെ രാജ്യഭരണം വരെ ചെയ്തിരുന്നത്. ആ ഒരവസ്ഥ നമുക്ക് എന്താ എന്ന് പാടില്ലാത്ത. നമ്മൾ ഈ ആധുനിക വിദ്യാഭ്യാസത്തിൽ പറയുന്ന ഡിഗ്രികൾ കൊണ്ടൊന്നും അറിയുന്ന കാര്യങ്ങളല്ല ഇത്. അപ്പോൾ അറിയാത്ത കാര്യങ്ങളെ അറിയാൻ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഉത്സാഹം വേണം. ആ കാര്യങ്ങളെല്ലാം അറിയുന്നവരെ ബഹുമാനിക്കണം. അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന സഹായ സഹകരണങ്ങളെല്ലാം ചെയ്യണം.